നമ്മളൊരു ഫുൾ സൈസ് ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് എസ് യു വിയിലൊക്കെ എത്ര പേര് കയറും? മാക്സിമം 4 അല്ലെങ്കിൽ ഒരു 5 പേര് മാക്സിമം കയറും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വണ്ടിയിലും അത്രയും തന്നെ കയറും. ഒരു 4 പേര് വേണമെന്ന് വെച്ചാൽ ഒരു 5 പേര് നമുക്ക് കയറ്റാം. പിന്നെ നമ്മുടെ ഈ എവർ ഗ്രോയിങ് ട്രാഫിക്, അതുപോലെ കൺജസ്റ്റഡ് റോഡ് വേസിലൊക്കെ നമുക്കൊരു ക്വിക്ക് എറാൻഡിന് പോകണം, നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ പോകണം, അല്ലെങ്കിൽ ഒരു സ്കൂൾ റൺ, പിന്നെ ഓഫീസ് ഡ്രൈവിലൊക്കെ ആയിട്ട് പോകുമ്പോൾ പക്ഷേ നിങ്ങൾക്കൊരു കാറിൻ്റെ സൗകര്യം വേണം. പക്ഷേ ഈ ട്രാഫിക്കിൽ ടൈം വേസ്റ്റ് ചെയ്യാൻ ഉള്ള മടിയുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. നമ്മൾ പണ്ടൊരു പരസ്യം കേട്ടിട്ടുണ്ട് അല്ലേ, പുറത്ത് നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും അകത്തോട്ട് കയറുമ്പോൾ അതിവിശാലമായ ഒരു ഷോറൂം എന്നുള്ളത്. അതിന് പറ്റിയൊരു വണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത്. വെൽക്കം ടു മോട്ടോമൈൻസ് ആൻഡ് ഫോർ അവർ റിവ്യൂ ഓഫ് MG Comet EV. ഡിസൈൻ എന്ന് പറയുമ്പോൾ വളരെ നീറ്റാണ്, സിമ്പിൾ ആൻഡ് നീറ്റ് ഡിസൈനാണ് MG Cometന്. അതായത് ഒരു ബിഗ് ലാർജ് ആൻഡ് നീറ്റ്ലി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു LED ഹെഡ്ലൈറ്റ്സ് ആണ്, അത് വളരെ പവർഫുൾ ആണ്. പിന്നെ ഒരു ബിഗ് MG ലോഗോ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെയാണ് നമ്മളിങ്ങനെ പുഷ് ചെയ്യുമ്പോൾ അവിടെയാണ് നമുക്ക് ചാർജിങ് സോക്കറ്റ് വരുന്നത്. പിന്നീട് താഴത്തോട്ട് വരുമ്പോൾ ചെറിയ ഒരു എയർ ഏരിയ ഉണ്ട്, ഫോഗ് ലാംപ്സ് ഉണ്ട്. അതേപോലെ ഒരു ടോക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കണക്റ്റഡ് സ്ട്രിപ്പാണ്. ഇത് 2 സൈഡിലും വിങ് മിറേഴ്സ് വരെ എത്തുന്ന ഒരു കണക്റ്റഡ് സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. ഇൻ സൈസ് നിങ്ങൾ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ഇന്നുള്ള ഒരു വണ്ടിയായിട്ടും ഇത് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ലെങ്ത് എന്ന് പറയുന്നത് അണ്ടർ 3 മീറ്റർ ആണ്. ഇതിൻ്റെ വിഡ്ത്ത് പറയുന്നത് ഒരു 1.5 mm ആണ്. ഹൈറ്റ് ഒരു 1.6 mm ഹൈറ്റ് വരും. പറഞ്ഞു വരുമ്പോൾ ഒരു ടാറ്റ നാനോയെക്കാളും ചെറുതാണ്, പക്ഷേ ഒരു കോമ്പാക്ട് SUVയുടെ ഒരു ഹൈറ്റ് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു 12 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ പ്രൊപ്പോർഷൻസ് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് നോട്ട് റൈറ്റ്. ഒരു തരത്തിലും പ്രൊപ്പോർഷൻസ് കറക്റ്റ് ആകുന്നില്ല. പക്ഷേ ചിലവർക്ക് ഇതൊരു ക്യൂട്ട് വണ്ടിയായിട്ട് തോന്നും, ചിലവർക്ക് അതൊരു ഓട്ടോ ആയിട്ടും തോന്നാറുണ്ട്. പിന്നെ നമുക്ക് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു ലാർജ് ഡോറാണ് നമുക്ക്. കാരണം ഇത് 2 ഡോർസേ ഉള്ളൂ. 2 ഡോർസാണ് കയറാനും പിന്നെ ഒരു 3 ബാക്ക് ഡോർ, അങ്ങനെ മൊത്തം ടോട്ടൽ 3 ഡോർസാണ്. അപ്പോൾ 2 ഡോർസ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ലാർജ് ഡോറാണ്. അത്യാവശ്യം ഹെവിയാണ് ഡോറ്. അത് കാരണം ഈ ഒരു സിംഗിൾ ഡോറിൽ കൂടെയാണ് നമുക്ക് ഫ്രണ്ടിലേക്കും അതുപോലെ ബാക്കിലേക്കുള്ള ഇഗ്രസ്. ആൻഡ് ഇവിടെ ബാക്കിലെ പാസഞ്ചേഴ്സിനായിട്ട് ഒരു ക്വാർട്ടർ ഗ്ലാസ്, ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഡിസൈൻ നോക്കുവാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിലത്തെ ഡിസൈൻ പാറ്റേൺ തന്നെയാണ് മെയിൻലി ബാക്കിലും യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കണക്റ്റഡ് സ്ട്രിപ്പ് അത് ഫ്രണ്ടിലത്തെ പോലെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റാണ്. അതേപോലെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഒരു ടെയിൽ ലൈറ്റിൻ്റെ സ്ട്രക്ചറും ആ ഒരു ഫ്രണ്ടിൻ്റെ ഹെഡ്ലൈറ്റിൽ അതേ സെയിം സ്ട്രക്ചറാണ്, സെയിം എലമെൻസ് ഒക്കെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കോമറ്റ് ബാഡ്ജിങ് ഉണ്ട്, അത് നടുക്കായിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ ഫ്രണ്ടിലത്തെ പോലെ തന്നെ ഒരു MGയുടെ വലിയ ലോഗോ. പിന്നെ MGയുടെ വണ്ടികളിൽ നമ്മൾ കാണുന്ന ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്ന ലോഗോ. പിന്നെ EV ബാഡ്ജിങ് ഇവിടെ ഉണ്ട്. വൺസ് യുവർ ഇൻസൈഡ് യു വിൽ ബി സർപ്രൈസ്ഡ് ബൈ ദ സ്പേസ് ഓൺ ഓഫർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്ത് നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും അകത്ത് കയറുമ്പോൾ ആ ഒരു വിശാലമായ ഒരു സ്ഥലമാണുള്ളത്. യു ആർ സിറ്റിംഗ് ക്ലോസർ ടു ദി പാസഞ്ചർ, ബട്ട് സ്റ്റിൽ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ അതുപോലെ ഒരു ലാർജ് വിൻഡ് സ്ക്രീൻ ഏരിയ ആണ്. പിന്നെ ഇവിടെ നമുക്കൊരു പില്ലറിൽ ഒരു ചെറിയ ക്വാർട്ടർ ഗ്ലാസ് പോലെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വിസിബിലിറ്റി ഉണ്ടാവും, ആ ഒരു റൂമിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ടോട്ടലി ഒരു വൈറ്റിഷ് ഒരു ലൈറ്റ് കളേർഡ് ഇന്റീരിയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ ഒരു സ്പേഷ്യസ് ആയിട്ട് തോന്നും. ആൻഡ് നമുക്ക് ഇവിടെ ടച്ച് ചെയ്യുന്ന ഭാഗത്തിന് ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് ഈ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലോ ബോക്സ് ഇല്ല, അതൊരു മിസ്സാണ്. പക്ഷേ ഇതിൽ വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്പേസ്, ഒരു മൊബൈലിലോ കീ ഹോൾഡർ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് ചെറിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൂൾ ലുക്കാണ് ഇന്റീരിയറിൽ. അപ്പോൾ അതിന് ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡുവൽ ടച്ച് സ്ക്രീനാണ്. ഒരു 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റും അതേപോലെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററുമാണ് കൊടുത്തേക്കുന്നത്. രണ്ടും കാണാൻ നല്ല ഭംഗിയാണ്. ഒരു എടുത്തു നിൽക്കുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് വിസിബിലിറ്റിയിലൊന്നും തടസ്സം വരുന്നില്ല, പക്ഷെ നല്ല ഒരു മോഡേൺ ലുക്കാണ് അത് തരുന്നത്. ഈ എയർ വെൻസ് ഒക്കെ ആണെങ്കിലും ഇവിടെ നീറ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കാണാനും നല്ല ലുക്കുണ്ട്. ഒരു അലൂമിനിയം ഫിനിഷ്, ഒരു ക്രോം ഫിനിഷ് ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു കളറും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ ഒരു മോഡേൺ വണ്ടിയാണെങ്കിൽ പോലും നമുക്ക് ഇതിനൊക്കെ AC-ക്കും ഫാൻസിനൊക്കെ ഉള്ള ഫിസിക്കൽ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. സോ വിച്ച് ഈസ് എ വെരി ഗുഡ് തിങ്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇത് എവിടെയെങ്കിലും കണ്ട ഒരു ഓർമ്മയുണ്ടോ? ഇത് നമ്മുടെ പഴയ ഐപോഡിൻ്റെ സ്വിച്ച് അല്ലേ, അതിൻ്റെ ഒരു സ്വിച്ച് പോലെ തോന്നും. സോ നമുക്ക് മീഡിയ കൺട്രോൾസും ഓഡിയോ കൺട്രോൾസും വണ്ടിയുടെ കൺട്രോൾസും എല്ലാം സ്റ്റിയറിംഗ് കൺട്രോൾസ് ഈ ഒരു ഐപോഡ് സ്വിച്ചിൻ്റെ ഒരു സ്ട്രക്ചറിലാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഒരു സ്മോൾ
സ്റ്റിയറിംഗ് ആണ്, വിച്ച് ഇസ് ഗുഡ് ടു ഹോൾഡ്. പിന്നെ ഇത് രണ്ട് മറ്റേ ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും അതുപോലെ ലൈറ്റ്സിൻ്റെ ഒക്കെ കൺട്രോൾ ഇവിടെ ഉണ്ട്. ഇവിടെയാണ് ഒരു ഡ്രൈവ് സെലക്ട് ഉള്ളത്, ഒരു റോട്ടറി ഡ്രൈവ് സെലക്ടർ ആണുള്ളത്. നമുക്ക് 3 മോഡ്സ് ആണ് അതിൻ്റെ അകത്ത്, അതായത് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് എന്നുള്ള 3 ഇതാണ്. പിന്നെ ഒരു ചാർജിങ്ങിൻ്റെ ഒരു പോയിന്റും അവിടെ കൊടുത്തിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഒരു ഭംഗിയുണ്ട്. അത് ഒരു വൈറ്റിഷ് കളറിലും പിന്നെ ക്രോം ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് 2 പവർ വിൻഡോസിൻ്റെ ബട്ടൺസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടച്ച് സ്ക്രീൻ ആണ് ഇവിടെ 10.25 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുള്ളത്. ഇത് നോട്ട് ദ സ്നാപ്പിയസ്റ്റ് ബട്ട് ഇറ്റ്സ് ഓക്കെ ടു യൂസ്. നമുക്ക് വയർലെസ് കാർ പ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആണ്. പിന്നെ വണ്ടിയുടെ ഒരുമാതിരി എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. റീജൻ, അതുപോലെ വെഹിക്കിൾ സെറ്റിങ്സ്, അങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും ഈ ടച്ച് സ്ക്രീനിൽ തന്നെയാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഈ AC കൺട്രോൾസ് മാത്രമേ ഉള്ളൂ പുറത്ത്, ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ തന്നെ ഈ വണ്ടിക്കകത്താണ്, ഈ സ്ക്രീനിലാണ് ഉള്ളത്. വോയിസ് കമാൻഡ്സ് യൂസ് ചെയ്യാം. അതേപോലെ MGയുടെ ഒരു കണക്റ്റഡ് eSIM ഫീച്ചറും ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം റേഞ്ചിനും അതുപോലെയുള്ള നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഇൻ്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും നമുക്ക് ഈ സ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ്. സെൻട്രൽ കൺസോൾ എന്ന് പറയുന്നത് ഇതാണ്. ഒരു നേരത്തെ പറഞ്ഞല്ലോ, നീറ്റായിട്ടാണ്, അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് എല്ലാം അതിലുണ്ട്. റേഞ്ച്, അതേപോലെ ബാറ്ററി ചാർജ്, പിന്നെ റൈഡിങ് മോഡ് ഏതാണെന്നുള്ളത്, നോർമൽ, എക്കോ, പിന്നെ സ്പോർട്സ് മോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഉണ്ട്. പിന്നെ ഒരു കൂൾ ഫീച്ചർ എന്ന് പറഞ്ഞാൽ, ഇത് ഇപ്പോൾ ഡോർ ഓപ്പൺ ആണെങ്കിൽ ആ ഡോർ കാണിക്കും, അത് എല്ലാത്തിലും കാണിക്കുന്നതാണ്. പക്ഷേ ഇത് ഇവിടെ ഒരു ലൈറ്റ്, നമ്മൾ വണ്ടിയുടെ ലൈറ്റ് ഓൺ ആവുകയാണെങ്കിൽ, ഹെഡ് ലൈറ്റ് ഓൺ ആവുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ അത് ലൈറ്റ് സ്ക്രീനിൽ വരും. പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുവാണെങ്കിൽ അതും ഈ സ്ക്രീനിൽ കാണിക്കും. സോ ദാറ്റ്സ് വൺ ഓഫ് ദ കൂൾ ഫീച്ചർ. സ്റ്റോറേജ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പം ഇതിനൊരു EV ആണ്, ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് ടണലിലൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ധാരാളം സ്പേസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ പോലെ, ചെറിയ വണ്ടിയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാം. അതിന് ഒരു ഹുക്കും ഒക്കെ ഒരു വളരെ തോട്ട്ഫുള്ളായിട്ട് MG കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ബാഗ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇടാം. പിന്നെ ഡോ പോക്കറ്റ്സ് ആണെങ്കിലും അത്യാവശ്യം വലുപ്പമുണ്ട്. നമുക്ക് 1 ലിറ്റർ ബോട്ടിലോ, പിന്നെ അതുപോലെ അത് കൂടാതെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെക്കാനൊക്കെ ആയിട്ടുള്ള വലിയ ഡോറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഡോർ പോക്കറ്റ്സും വലുതാണ്. അപ്പോൾ അങ്ങനെ അവിടെയും സ്റ്റോറേജ് അത്യാവശ്യം പ്രാക്ടിക്കലാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ബിഗ് സിറ്റി SUVയുടെ കുറിച്ച് കൊണ്ടാണ് വന്നിരുന്നെങ്കിൽ, ഇതൊരു ഇത്തിരി കുഞ്ഞൻ വണ്ടിയാണ്. സോ ദാറ്റ് ഈസ് എൻ ഐറണി. പക്ഷേ ഇത് നമുക്ക് സിറ്റിയിൽ ഓടിക്കുമ്പോൾ, ഒരു സിറ്റി ഗോവർ ആണ് നിങ്ങളെങ്കിൽ, ഇറ്റ് ഗീവ്സ് യു എ സ്മൈൽ എവറി ടൈം യു ഗോ ടു എ സിറ്റി വിത്ത് ദിസ് കാർ. അതെന്താ അതിനൊരു റീസൺ എന്ന് പറഞ്ഞാൽ, നമുക്ക് മറ്റ് വണ്ടികൾ ഒരിക്കലും കയറി ചെല്ലാൻ പറ്റാത്ത, അതേപോലെ കയറി ചെല്ലാൻ ഇടവില്ലാത്ത സ്ഥലത്ത് ഈ ധൈര്യമായിട്ട് നമുക്ക് ഈ MG കോമറ്റുമായിട്ട് പോകാൻ സാധിക്കും. അതുപോലെ പാർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു ബൈക്കും വെച്ച് ഒരു കുറച്ചുകൂടി ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈസി ആയിട്ട് വണ്ടി പാർക്ക് ചെയ്യാം. പിന്നെ ടേണിംഗ് റേഡിയസ് ഒക്കെ വളരെ കുഞ്ഞാണ്, ഒരു 4.2 മീറ്റർ ആണ് ടേണിംഗ് റേഡിയസ് പറയുന്നത്. അതുപോലെ ഒരു ലൈറ്റർ ആൻഡ് ഷോർട്ടർ സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വണ്ടി സിറ്റിയിൽ കൂടെ ഓടിക്കാനായിട്ട് വളരെ ഈസിയാണ്. പിന്നെ ചെറിയ വണ്ടി തന്നെ ചെറിയ വീൽസ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു 12 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോബാക്സ് എന്ന് പറയുന്നത്, ഈ നമുക്ക് ചെറിയ പോട്ട് ഹോൾസ് ആണെങ്കിലും അതേപോലെ സ്പീഡ് ബ്രേക്കേഴ്സ് ഒക്കെ വരുമ്പോഴും നമുക്ക് നല്ലപോലെ വണ്ടിയിൽ അറിയാൻ സാധിക്കും. ഒരു സ്ലോയിലൊക്കെയാണ് പോകുന്നതെങ്കിൽ ഇതല്ല, ചെറിയ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ നമുക്കത് വണ്ടിക്കകത്ത് തന്നെ ആ ഒരു ഫീല് കിട്ടും. ഒരു 3 ലെവൽ റീജൻ ഉണ്ട് വണ്ടിയിൽ. പിന്നെ അതേപോലെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിലൊരു ഡ്രം ഫ്രിക്ഷൻ ബ്രേക്ക് സെറ്റപ്പാണ് MG കൊടുത്തിരിക്കുന്നത്. ആൻഡ് അത് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ബ്രേക്ക് സെറ്റപ്പ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് സ്പോർട്സ് മോഡ്സ് ഉണ്ട്. അപ്പോൾ എക്കോ, സ്പോർട്ട് ആൻഡ് നോർമൽ 3 മോഡ്സ് ഉണ്ട്. ഈ ഒരു സ്വിച്ച് എന്തിനാണെന്ന് തോന്നും, ഒരു സീറ്റ് എജക്ടർ അല്ല, അതൊരു ഒരു എക്കോ, സ്പോർട്ട്, അതേപോലെ നോർമൽ മോഡ്, ഡ്രൈവ് മോഡ്സ് സെലക്ട് ചെയ്യുന്ന സ്വിച്ചാണ്. ആൻഡ് നമുക്ക് ഓരോ മോഡലും ചെറിയ വ്യത്യാസങ്ങൾ. നോർമലാണ്, ബിറ്റ് ഓഫ് മിക്സ് ബാഗ് ആണ്. അതായത് ഒരു എക്കണോമിയാണ്, അതേപോലെ ഒരു പെർഫോമൻസും കുറച്ച് കിട്ടുന്ന ഒരു മോഡാണ് നോർമൽ മോഡ് എന്ന് പറയുന്നത്. അതേപോലെ എക്കോ ആണെങ്കിൽ പെർഫോമൻസ് വളരെ കുറവാണ്, ഒരു മാക്സിമം നമുക്ക് റേഞ്ച് കിട്ടുന്നതാണ്. മാക്സിമം അതായത് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് സ്ക്രീനിൽ ഒരു റേഞ്ച് കാണിക്കുന്നുണ്ട്, ഇപ്പോൾ കാണിക്കുന്ന ഒരു 180 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഏകദേശം അത്രയൊക്കെ തന്നെ ഈ എക്കോ മോഡിൽ കിട്ടും. സ്പോർട്ട് മോഡാണെങ്കിൽ നമുക്കൊരു 160 അത്രയൊക്കെയാണ് നമുക്ക് സ്പോർട്ട് മോഡിലിട്ട് ഓടിക്കുമ്പോൾ കിട്ടാറുള്ളത്. സോ ദാറ്റ്സ് അബൌട്ട് ദി റേഞ്ച്. MGയുടെ പാരന്റ് കമ്പനിയായ സായിയുടെ ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോമിലാണ് കോമറ്റ് EV ബിൽഡ് ചെയ്തേക്കുന്നത്. അതിൽ പവർ ട്രെയിൻ എന്ന് പറയുന്ന ഒരു 17.3 കിലോവാട്ട് ലിഥിയം അയൺ ബാറ്ററിയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബാറ്ററി പാക്കേജ് ചെയ്തിരിക്കുന്നത് ടാറ്റയാണ്.
ARI റേറ്റഡ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 230 കിലോമീറ്റേഴ്സാണ്. നമുക്ക് റിയൽ വേൾഡിലും ഏകദേശം ഒരു 200 നമ്മളുടെ ഡ്രൈവ് മോഡ്സും അതുപോലെ ഡ്രൈവ് കണ്ടീഷൻസൊക്കെ അനുസരിച്ച് 180 to 200 റേഞ്ച് നമുക്ക് കിട്ടും. ഒരു റിയർ മൗണ്ടഡ് പെർമനൻറ്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടറാണ്. അപ്പോൾ അതിന് 42 ഹോഴ്സ് പവർ ആൻഡ് 110 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോക്കാണ് ഈ വണ്ടിക്ക് ലഭിക്കുന്നത്. ഗിയർ ബോക്സ് ഒരു 1 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് MG കൊടുത്തിരിക്കുന്നത്. ആൻഡ് വണ്ടിയുടെ ഒരു മൊത്തം കെർബ് വെയിറ്റ് എന്ന് പറയുന്നത് 817 kg ആണ്. ബാക്കിലോട്ട് കയറാൻ നമ്മൾ ഈ ഒരു സീറ്റ് പൊസിഷൻ നമ്മൾ സീറ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് ആക്കണം. സീറ്റ് ഫ്രണ്ടിലോട്ട് ആക്കിയിട്ട് കുറച്ചൊരു സ്ട്രഗിളാണ്, എന്നാലും ഇങ്ങനെ കയറണം. വൺസ് യു സീറ്റഡ് കുറച്ച് കംഫർട്ടബിൾ ആണ്. നമുക്ക് അറിയാം ബാറ്ററി പാക്ക് താഴെ വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് നീസ് പൊസിഷനാണ് ഇരിക്കുന്നത്. എന്നാലും സീറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു സീറ്റാണ്. പിന്നെ നമുക്ക് ഫുഡ് സ്പേസ് ഒക്കെ ഉണ്ട്, അതുപോലെ നീ റൂം ഉണ്ട്. പിന്നെ ഹെഡ് റൂം ആണെങ്കിലും അത്യാവശ്യം നല്ല ഹെഡ് റൂമാണ്. അതേപോലെ നേരത്തെ നമ്മൾ പുറത്ത് പറഞ്ഞ പോലെ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഏരിയ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു റൂമിനെസ് ഫീൽ ചെയ്യും. നമ്മളൊരു ക്ലാംഡ് അല്ല, പിന്നെ ഒരു കൺജസ്റ്റഡ് ഫീലിംഗ് ഇല്ല. നമുക്ക് രണ്ടുപേർക്ക് സുഖമായിട്ടിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഒരാൾക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ആയിരിക്കും, 3 പേർക്ക് ഇരിക്കാം. പക്ഷേ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള ജേർണിയൊക്കെ ആണെങ്കിൽ 2 പേർക്ക് അത്യാവശ്യം ലോങ് ഡിസ്റ്റൻസിലൊക്കെ പോകാൻ വലിയ കുഴപ്പമില്ല. നമുക്കിനി ബൂട്ട് സ്പേസ് നോക്കാം. ബൂട്ട് സ്പേസ് എന്ന് പറയാൻ പറ്റുമോ എന്നാൽ നിങ്ങൾ തീരുമാനിക്കുക. നമുക്ക് എന്തായാലും ബാക്കിലൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്, നമുക്കത് നോക്കാം. സോ നമ്മൾ ഈ കാണുന്ന പോലെ നമുക്ക് 2 ബാഗ്, നമ്മളത് 2 ബാഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ 2 ബാഗ് നമുക്ക് വെക്കാം. പിന്നെ ചെറിയ എന്തെങ്കിലും ഇതുപോലെ കുറച്ച് വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് എത്രയേ ഉള്ളൂ. 2 സീറ്റും സിറ്റിംഗ് പൊസിഷനിലാണെങ്കിൽ. പക്ഷെ നമുക്ക് കൂടുതൽ നമുക്ക് 2 പാസഞ്ചേഴ്സേ ഉള്ളൂ. നമുക്ക് കൂടുതൽ കുറച്ച് ലഗേജ് ഉണ്ട് എങ്കിൽ നമുക്ക് ഈ 2 സീറ്റും ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. പിന്നെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ലഗേജൊക്കെ നമുക്ക് വെക്കാനുള്ളൊരു ഏരിയ കിട്ടും. സോ ദാറ്റ്സ് അബൌട്ട് ദി സ്റ്റോറേജ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ ഡോറ് വലിയ ഡോറാണ്, അപ്പോൾ അതൊരു നല്ല കാര്യമാണ് കയറാൻ വരുന്നത്. പക്ഷേ അതിനൊരു ഡ്രോബാക്ക് ഉണ്ട്. ആ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഈ സീറ്റ് ബെൽറ്റാണ്. സീറ്റ് ബെൽറ്റ് നമുക്ക് ഇടണമെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ജിംനാസ്റ്റിക് ആയിരിക്കണം. കാരണം നല്ല ബാക്കിലാണ് ഈ ഒരു പില്ലർ വന്നേക്കുന്നതുകൊണ്ട് തന്നെ നല്ല പുറകിലാണ് ഈ ഒരു സീറ്റ് ബെൽറ്റ്. അപ്പം അത് എടുക്കണമെങ്കിൽ വളരെ ഇച്ചിരി നമ്മൾ പാടുപെടണം. ഡ്രൈവർ സൈഡിൽ ഒരു ലൂപ്പ് ഉണ്ട്, ഒരു സീറ്റിൻ്റെ സൈഡിൽ ഒരു ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഈസിയാണ്. പക്ഷേ ഈ സൈഡിൽ അങ്ങനത്തെ ഒരു കൺസിഡറേഷൻ അവർ കൊടുത്തിട്ടില്ല. അപ്പം അത് ഒരു ഡ്രോബാക്കാണ്. വണ്ടിയുടെ ഫീച്ചേഴ്സ് MG ഒരു ലോങ് ലിസ്റ്റ് ഓഫ് ഫീച്ചേഴ്സാണ് ഈ ചെറിയ വണ്ടിക്കാണെങ്കിലും കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഫീച്ചേഴ്സ് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഓവറോൾ നിങ്ങളൊരു സാധാരണ കാർ ബയർ ആണെങ്കിൽ ഒരു നോർമലായിട്ടുള്ള വണ്ടികളാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഒരിക്കലും MG കോമറ്റ് നിങ്ങളൊരു ഓപ്ഷൻസ് ലിസ്റ്റിലുണ്ടാകില്ല. പക്ഷേ അവരവരുടെ കൃത്യമായ ആവശ്യങ്ങളെക്കുറിച്ച് ധാരണയുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് കാറായിട്ട്, ഒരു സെക്കൻഡ് ചോയ്സായിട്ട് കോമറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. സൈസ് ടു പ്രൈസ് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇത് ഇത്രയേ ഉള്ളൂ, ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്. ബട്ട് നമ്മൾ ഇതിനു മുമ്പ് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ, ഒരു യൂസബിലിറ്റീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും ആസ് എ സെക്കൻഡ് കാർ യു ക്യാൻ ആബ്സല്യൂട്ട്ലി ഗോ ഫോർ ഇറ്റ് ആൻഡ് ഇറ്റ്സ് റിയലി വർത്ത് ഇറ്റ്. പിന്നെ MGയുടെ പ്രൈസ് ഓഫറിങ്സ് ആയിട്ടുള്ള ബാറ്ററി ആസ് എ സർവീസ് അങ്ങനെയുള്ള പ്രൈസ് ഓഫറിങ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.